ചെയ്യും പുണ്യമാമീ ബലിപീഠം. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആരാധനാ വത്സരത്തിലെ ഏറ്റവും അവസാനത്തെ കാലമാണ് പള്ളിക്കൂദാശ കാലം. അതിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഇന്ന് സഭ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച മുതൽ 25 നോമ്പ് ആരംഭിക്കുകയാണ്. മംഗളവാർത്ത കാലം ആരംഭിക്കുകയാണ്. ഈശോയുടെ രാജ്യത്വ തിരുനാൾ ഇന്ന് നാം ആഘോഷിക്കുമ്പോൾ ഈശോയെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, ഹൃദയങ്ങളിൽ രാജാവായിട്ട് സംരക്ഷിക്കുവാൻ, അവിടുന്ന് ഉയർത്തിപ്പിടിച്ച സ്നേഹത്തിൻ്റെ, കരുണയുടെ, സത്യത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ കാലഘട്ടമാണ്. രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ഏകദേശം 2.5 വർഷക്കാലം നമ്മുടെ ഇടവകയിൽ കൗൺസിൽ അംഗങ്ങളായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ട് സുദീർഘമായി അവരുടെ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വം നിർവഹിച്ച കൗൺസിൽ അംഗങ്ങൾ അവരുടെ അവസാനത്തെ മീറ്റിംഗ് ഇന്ന് നടത്തുകയാണ്. സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി അവർ ചെയ്ത എല്ലാ നന്മകൾക്കും വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഇതുവരെ മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് അവരുടെ കുടുംബങ്ങളെ, അവരുടെ വ്യക്തിജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബലി ഏറ്റവും ഭക്തിയോടുകൂടെ അർപ്പിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമോടി
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ലാതെയും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണെന്റെ ഇടയൻ. ഭയപ്പെടില്ലാതെയും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണെന്റെ ഇടയൻ. ഇടറുകില്ല, ഞാൻ പതറുകില്ല, സർവശക്തനായവനെന്റെ ഇടയൻ. ഇടറുകില്ല, ഞാൻ പതറുകില്ല, സർവശക്തനായവനെന്റെ ഇടയൻ. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവേ,
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടമയാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവീശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന 9-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സ്വാധീകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിനൊരു സാധ്യതയുമില്ല. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചുവന്ന ആട്ടിൻ രോമവും ഹിസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളുടെ മേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം സുവിശേഷം തേനിനേക്കാൾ മധുരം. വചനം സുവിശേഷം അത് തേനിനേക്കാൾ മധുരം. പാതയിൽ തിരുവചനം പ്രകാശപൂരിത ദീപവും. ആദിയിൽ തിരുവചനം പ്രകാശപൂരിത ദീപവും. ഹൃദയനിലങ്ങളൊരുക്കാം വചനത്തെ വരവേൽക്കാം. ആദിയിലുള്ളൊരു വചനം, അനന്ത ശാശ്വത വചനം. ഹൃദയനിലങ്ങളൊരുക്കാം വചനത്തെ വരവേൽക്കാം. ആദിയിലുള്ളൊരു വചനം, അനന്ത ശാശ്വത വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ
മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 22, തിരുവചനങ്ങൾ 41 മുതൽ 46 വരെ. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാള് സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം രാജാവ് എന്ന് പറയുമ്പോൾ വ്യക്തത അവർക്കുണ്ടായിരുന്നു. ഈ ലോകത്തിൽ അവർ കണ്ട രാജാക്കന്മാരുടെ പ്രത്യേകമായ സംരക്ഷണമൊക്കെ സ്വന്തമാക്കിയവരായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ രാജാവ് എന്ന് പറഞ്ഞപ്പോൾ, യേശു രാജാവാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. വസ്തുവിനും ജീവനും സംരക്ഷണം കൊടുക്കുന്നവരാണ് യഥാർത്ഥ രാജാക്കന്മാർ എന്ന് തന്നെയാണ് അവർ വിചാരിച്ചിരുന്നത്. ഭൗതിക രാജാക്കന്മാരെ പറ്റിയുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജാവിൻ്റെ ചിത്രമാണ് യേശു അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. യേശു അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ യേശുവിനെ രാജാവാക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. എന്നാൽ യേശു ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പോഴുള്ള രാജാക്കന്മാരുടെ രാജ്യത്വത്തിൽ നിന്ന് വ്യത്യസ്തമാണ് തൻ്റെ രാജ്യത്വം എന്നവിടെ നിന്ന് വ്യക്തമാക്കുകയായിരുന്നു. പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് അവിടെ നിന്ന് വ്യക്തമാക്കി എന്താണ് തൻ്റെ രാജ്യം, എന്താണ് രാജ്യത്വം. അവിടുന്ന് പറഞ്ഞു, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സത്യത്തിൻ്റെ പൂർണ്ണത, മറ്റ് മൂല്യങ്ങളുടെ പൂർണ്ണത, അത് സ്നേഹം, നീതി, ദയ, കരുണ തുടങ്ങിയ എല്ലാ മൂല്യങ്ങളുടെയും പൂർണ്ണതയാണ് സത്യമെന്ന് പറയുന്നത്. ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നതാണ് ക്രിസ്തു എന്ന് പറയുന്നു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക, സത്യമെപ്പോൾ എന്താണ്? അത് ദൈവം തന്നെയാണ്. കാരണം മൂല്യങ്ങളുടെയൊക്കെ പൂർണ്ണത ദൈവത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ചതാണ് ഈശോ. അതുകൊണ്ട് മൂല്യങ്ങളുടെ പൂർണ്ണത ഈശോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടുത്തെ 3 വർഷത്തെ പരസ്യജീവിതം, അവിടുത്തെ 33 വർഷത്തെ ഈ ലോകത്തിൻ്റെ ജീവിതം, അതിലൂടെയൊക്കെ ഈ മൂല്യങ്ങൾ എപ്രകാരമായിരിക്കണം പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാജാവായിട്ട് അംഗീകരിക്കുവാനായിട്ടും ഉൾക്കൊള്ളുവാനായിട്ടും സ്വീകരിക്കുവാനായിട്ടും സാധിക്കണം. യഹൂദന്മാർക്ക് സാധിച്ചില്ല. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. കാരണം മൂല്യങ്ങളുടെ പൂർണ്ണതയാണ് സത്യം. അത് ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഈശോ. ആ ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനായിട്ട്, നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിക്കുക മാത്രമല്ല, അവിടെ രാജാവായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് മൂല്യങ്ങൾക്ക്, അവിടുന്ന് പഠിപ്പിച്ച മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം കേൾക്കാം. ഫരീസയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്താ വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ദാവീദ് ആത്മാവിൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് അവനെ കർത്താവെ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായി ഒരു വാക്ക് പോലും പറയുവാൻ ആർക്കും സാധിച്ചില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവമഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരമായി വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗ്യത്തിലേക്ക് ആനയിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സ്നേഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കുവാൻ
അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞ എല്ലാവരെയും സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്നും രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്നും ഞങ്ങളെയും രോഗശുശ്രൂഷകരെ സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ കളങ്കമേ ശ്രദ്ധവാധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നീ പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യം നോക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുന്നിലായി എൻ ജീവിത കാലമേതാ. നമ്മുടെ നിയോഗങ്ങളെല്ലാം അപ്പത്തോടും കുഞ്ഞിനോടൊപ്പം കർത്താവിന്റെ തിരുസന്നിധിയിൽ പരിശുദ്ധമായ ഈ നിമിഷത്തിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് രാജാവാണ്, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് ഈശോ. സത്യം ദൈവം തന്നെയാണ്, ദൈവത്തിൽ നിന്ന് വന്നവനാണ് അവിടുന്ന്. അതുകൊണ്ട് അവിടുത്തെ ജീവിതമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അവിടുന്ന് പഠിപ്പിച്ച വചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാർഗദീപകങ്ങളായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. സത്യം, നീതി, സ്നേഹം, കരുണ, ദയ തുടങ്ങിയ എല്ലാ മൂല്യങ്ങളും അവിടുന്ന് നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. എങ്ങനെയാണത് അഭ്യസിക്കേണ്ടതെന്ന് കാണിച്ചു തന്നു. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മളും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറുന്നു. ഈശോയുടെ രാജ്യത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി, കുടുംബത്തിൻ്റെ, നാടിൻ്റെ ഒക്കെ ഭാഗമാക്കി നമ്മൾ മാറ്റുകയായിരിക്കും ചെയ്യുക. ഈശോയെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിട്ട് കണ്ടുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, അവിടുത്തെ വചനങ്ങളനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്, അവിടുത്തെ വചനങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് ക്രൈസ്തവ സാക്ഷ്യം വഹിക്കേണ്ടത് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ദിനത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. രോഗികളുടെ ആശുപത്രികളിലും മറ്റു കഴിയുന്ന എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ ഓപ്പറേഷനും മറ്റുമൊക്കെ വിധേയമായി കഴിയുന്നവർ ഒത്തിരി പേരുണ്ട്, വളരെ പേരുണ്ട്. അവരെയൊക്കെ കർത്താൻ തിരുസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം വിഷമിക്കുന്നവരുണ്ട്. അവരെയും കർത്താൻ തിരുസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, അതുകൊണ്ടൊക്കെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താൻ തിരുസന്നിധിയിൽ പ്രത്യേകം സമർപ്പിച്ച് അവരെയൊക്കെ ആശ്വസിപ്പിക്കണമേ എന്നവിടത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2.5 വർഷക്കാലം നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിച്ച നമ്മുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ
അവരെല്ലാവരെയും പ്രത്യേകം കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടെ നിസ്വാർത്ഥമായ കഠിനാധ്വാനങ്ങൾക്ക്, ഇടവയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾക്ക് പ്രത്യേകം അവരുടെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരെയും അവരുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ നിത്യസമ്മാനത്തിന് അർഹരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയാരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ നിയമിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിന്റെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയാരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ ഇസ്ഹാഖ് യാക്കോബ് എന്നിവർ
പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലുള്ള സകലതയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. രാജാധിരാജനമേശുനാഥൻ വെൺമേഘച്ചിറകിൽ ആഗതനായി തപ്പുകളോടെ കിന്നരമോടെ രാജമഹേശനെ എതിരേൽക്കാം. രാജാധിരാജനമേശുനാഥൻ വെൺമേഘച്ചിറകിൽ ആഗതനായി തപ്പുകളോടെ കിന്നരമോടെ രാജമഹേശനെ എതിരേൽക്കാം. ബലവാനാകും പരിശുദ്ധനാം ദൈവം, പരിപാലകനാകും മകനേ ഹോസാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീരരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ
സർവശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവ്വത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ പിതാവായ മാർ ആന്റണിക്കരിയിൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാപ്പൊലീത്ത മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധമാർ നീതിമാന്മാരും വിശുദ്ധന്മാരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചു എന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷി വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായ നൈർമര്യത്തിന്റെയും വിശുദ്ധയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലൈസ്തരുമായി ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ ഇവിടെ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സുഖരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ ഇരുപാതെ ഞാൻ
ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അന്താപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കൾ രക്ഷയ്ക്കും കാരണമാവട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ എന്നവിടത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും നാം ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവർക്ക് മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് നയിക്കണമേ എന്നവിടത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കും. സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ അധരങ്ങൾ വഴി നിയമിച്ചിഹായിക്ക് വൃത്തിനെ അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡ അനുഭവിച്ചു. കേപ്പയാവുന്ന പാറമേൽ നിന്നെ പണിതുയർത്തി നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി. തന്നെ തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരോടുകൂടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവ് ശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും ആമേൻ. ഈശോയെ സ്വീകരിക്കുന്ന സമയമാണ്. അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയെ സ്വീകരിക്കാൻ സാധിക്കാത്തവർ അരൂപിയിൽ ഇപ്പോൾ ഈശോയെ സ്വീകരിക്കുന്നു. ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ ഉറച്ച വിശ്വാസത്തോടുകൂടെ നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരൂപിയിൽ ഈശോയെ സ്വീകരിക്കുന്നു. വിശുദ്ധനായ ശരീരവും രക്തവും എന്റെ ഹൃദയത്തിലണയണമേ. എൻ മനതാരിൽ നീ മധുവാണിയായി സ്നേഹത്തിൻ മാധുര്യമായി.
ആത്മാവിൽ അലിയുന്ന നേരം എൻ പാപമാലിന്യമെല്ലാം നിൻ മാംസരക്തത്തിനാലേ എൻ പാപമാലിന്യമെല്ലാം നിൻ മാംസരക്തത്തിനാലേ സംശുദ്ധമാകുന്നുവല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുള്ളത്, ഇന്ന് കുർബാനയ്ക്ക് ശേഷം ഈ കുർബാനയ്ക്ക് ശേഷം നിലനിൽക്കുന്ന കൗൺസിൽ അംഗങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ആ മീറ്റിങ്ങിൽ വെച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ, കഴിഞ്ഞ വർഷത്തെ 2019-20 കാലഘട്ടത്തിലെ കണക്ക് അവതരിപ്പിച്ച് പാസ്സാക്കി, തിരട്ട് പാസ്സാക്കി അതിരൂപതയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് പാസ്സാക്കുന്നു. അതുകൂടാതെ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും പാസ്സാക്കുന്നതായിരിക്കും ഈ മീറ്റിങ്ങിൽ വെച്ച്. അടുത്ത ഞായറാഴ്ച പുതിയ കൗൺസിൽ അംഗങ്ങളുടെ ഉത്തരവാദിത്വം ഏൽക്കുകയാണ്. 7 മണിക്ക് ഉള്ള കുർബാനയ്ക്ക് പുതിയ കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും എത്തിച്ചേരുക. കൗൺസിൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് അതിരൂപതയിൽ നിന്ന് അനുവാദം കിട്ടിയതിന് ശേഷം വ്യക്തിപരമായിട്ട് എല്ലാവരെയും അറിയിക്കുന്നതാണ്. 7 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവർ കുർബാനയുടെ മധ്യേ തന്നെ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൗൺസിൽ അംഗങ്ങൾ. അതിനുശേഷം ഒരുമിച്ച് കൂടി പുതിയ കൈക്കാരന്മാരെ, അടുത്ത ഒരു വർഷത്തേക്കുള്ള കൈക്കാരന്മാരെ അവർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. കൈക്കാരന്മാരുടെ അംഗീകാരം അരമനയിൽ നിന്ന് ലഭിച്ചതിന് ശേഷമായിരിക്കും അവരെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. അതുവരെ ഇപ്പോൾ നിലനിൽക്കുന്ന കൈക്കാരന്മാർ തന്നെയായിരിക്കും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുക. കൗൺസിൽ അംഗങ്ങളുടെ കാലാവധി അടുത്ത ശനിയാഴ്ച വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു ലാസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും ഇന്ന് നടക്കുക. അടുത്ത ഞായറാഴ്ച മുതൽ പുതിയ കൗൺസിൽ ഉത്തരവാദിത്വം ഏൽക്കുന്നതായിരിക്കും. എല്ലാ കൗൺസിൽ അംഗങ്ങൾക്കും, ഇപ്പോഴുള്ള കൗൺസിൽ അംഗങ്ങൾക്ക് പ്രത്യേകം ഇടവകയുടെ നന്ദി അറിയിക്കുകയാണ്. വളരെ സുദീർഘമായ രീതിയിലാണ് അവരുടെ സേവനങ്ങൾ കഴിഞ്ഞ 2-2.5 വർഷക്കാലം അവരനുഷ്ഠിച്ചത്. വളരെ കൃത്യതയോടുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടെ അവർ ചെയ്ത് നിർവഹിച്ച എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുകെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചുകളയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൻ സ്ഥലത്തെ ഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെയും കരുണമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമായിട്ട് ഇനി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമായിരിക്കും തന്നെ കൂടാം.
നിൻ